അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റേത് ഒരു പ്രസംഗം തന്നെയായിരുന്നു. വൈകാരികമായ ഉജ്ജ്വലമായ ഒരു പ്രസംഗം. അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് ഫഖദ് ആമന്നാ ബിക് വസദ്ദഖ്നാക്. നബിയെ, അങ്ങയെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങൾ അങ്ങയെ സത്യവൽക്കരിക്കുകയും ചെയ്തു. വശഹിദിന അന്നമാ ജിഅ്ത ബിഹി ഹുവൽ ഹഖ്. നബിയെ, താങ്കൾ കൊണ്ടുവന്നിരിക്കുന്ന കാര്യം അത് മാത്രമാണ് സത്യം എന്ന് ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വഅതൈനാക അലാ ദാലിക ഉഹൂദന വമവാഫീഖന. ആ വിഷയത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ വാക്കുകൾ, ഞങ്ങളുടെ ഉടമ്പടികൾ നിങ്ങൾക്ക് തന്നിട്ടുള്ളതുമാണ്. വഅഹദ്നാക അലസ്സംഇ വത്താഅ. ഏത് സാഹചര്യത്തിലും കേൾക്കാമെന്നും അനുസരിക്കാമെന്നും ഞങ്ങൾ വാക്ക് തന്നിട്ടുള്ളതാണ്. ആയതുകൊണ്ട് ഞങ്ങളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഫംലി യാ റസൂലല്ലാഹി ലിമാ തുരീദ്. നിങ്ങൾ എന്തിനാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്, നിങ്ങൾ എന്താണോ ഉദ്യമിച്ചിരിക്കുന്നത്, അതിലേക്ക് താങ്കൾ ഇറങ്ങിക്കോളൂ, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. പണ്ട് മൂസാ നബിയോട് മൂസാ നബിൻ്റെ ആൾക്കാർ പറഞ്ഞില്ലേ, മൂസ, നീയും നിൻ്റെ ദൈവവും പോയി യുദ്ധം ചെയ്തു വരൂ, ഞങ്ങൾക്ക് ഈ ജബ്ബാരിങ്ങളെ നേരിടാൻ കഴിയില്ല, ഞങ്ങളിവിടെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ പറയുന്നവരല്ല നബിയെ ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പറയില്ല. അതുകൊണ്ട് നബിയെ, താങ്കൾ ഞങ്ങളോട് ഈ കടലിലേക്ക് ഇറങ്ങാൻ പറഞ്ഞാൽ പോലും ഞങ്ങൾ ഇറങ്ങും. ആ പ്രയോഗം, സഅദ് ബിൻ മുആദ് റളിയല്ലാഹുവിൻ്റെ ആ പ്രയോഗം വല്ലാത്തൊരു പ്രയോഗമാണ്. കാരണം അന്നത്തെ കാലത്ത് കടലിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ മരണത്തിലേക്ക് ഇറങ്ങുക എന്നതിന് സമമായിരുന്നു. പ്രത്യേകിച്ചും അവിടെയുള്ള ആൾക്കാർക്ക് കടൽ യാത്രകളോ കടൽ സഞ്ചാരങ്ങളോ ഒന്നും വ്യാപകമായിട്ടില്ലാത്ത ഒരു കാലമായിരുന്നു. ഏതെങ്കിലും ഒരാൾ കടൽ യാത്രക്ക് ഇറങ്ങുകയാണ് എങ്കിൽ അത് അയാളുടെ ജീവിതത്തിൻ്റെ അവസാനമായി ഗണിക്കപ്പെടുന്ന, ഒരു പക്ഷേ രക്ഷപ്പെടാം എന്ന് വിചാരിക്കാവുന്ന, കാരണം അത്രയും അപരിഷ്കൃതമായ യാത്രാ സൗകര്യങ്ങൾ മാത്രമേ അക്കാലത്ത് ഉണ്ടായിരുന്നുള്ളൂ. പ്രതികൂലമായ സാഹചര്യങ്ങൾ സംജാതമായാൽ അതിനെ മറികടക്കാൻ ആവശ്യമായ ടെക്നോളജികൾ ഒന്നും ആ കാലഘട്ടത്തിൽ ഒട്ടും വികാസം പ്രാപിച്ചിട്ടില്ലായിരുന്നില്ല. അപ്പോൾ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഒരിക്കലും അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും കഴിയാത്ത കടലിലേക്കുള്ള ഇറക്കം, അതാണ് താങ്കൾ പറയുന്നത് എങ്കിൽ അതുപോലും ചെയ്യുവാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് പറഞ്ഞു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതുകൂടി കേട്ടപ്പോൾ പറഞ്ഞു, സീറു വ അബ്ശിറു. എങ്കിൽ ജനങ്ങളെ മുന്നോട്ട് നടക്കുക, ഗമിക്കുക, സന്തോഷം അനുഭവിക്കുകയും ചെയ്യുക. വല്ലാഹി ലക അന്നി അല്ലാന അൻളുറു ഇലാ മസാരിഇൽ ഖൗം. ആ ജനതയുടെ മരിച്ചു വീഴുന്ന സ്ഥാനങ്ങളിലേക്ക് ഞാനിപ്പോൾ മനസ്സിൻ്റെ കണ്ണുകൊണ്ട് നോക്കുന്നത് പോലെയുള്ള അനുഭവത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അത് കഴിഞ്ഞ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സേനയും നേരെ ബദറിൻ്റെ നേർക്ക് വീണ്ടും മുന്നോട്ട് നടന്നു. ദഫ്രാനിൽ നിന്ന് തൊട്ടടുത്തായി കുറച്ച് തെനായകളുണ്ട്. തെനായ എന്ന് പറഞ്ഞാൽ ചെറിയ കുന്നുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ആ കുന്നുകൾ നിൽക്കുന്ന പ്രദേശത്തെ അസാഫിർ എന്നാണ് പറയുന്നത്. അസാഫിറിലെത്തി. അവിടെ നിന്ന്, കുന്നിൽ നിന്ന് നേരെ മറികടന്ന് താഴേക്കിറങ്ങിയാൽ ദബ്ബ എന്ന സ്ഥലമാണ്. അവിടേക്കിറങ്ങി. എന്നിട്ട് അവിടെ എല്ലാവരെയും അവിടെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും മാത്രം ഒറ്റക്ക് മുന്നോട്ട് പോയി. അവർ മുന്നോട്ട് പോകുന്നത് ശത്രുക്കളുടെ നീക്കം അറിയാൻ വേണ്ടിയാണ്. ഖുറൈശികളെക്കുറിച്ച് അവരെവിടെ എത്തി, അവരെത്ര പേരുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. കാരണം മുന്നോട്ട് പോകാനാണ് ക്യാമ്പിൻ്റെ തീരുമാനം. അങ്ങനെ പോയി കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ അവർ ഒരു വയോധികനെ കണ്ടു, ഒരു വയസ്സായ ഒരാളെ കണ്ടു. അയാളുടെ അടുക്കൽ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല, മക്കായിലെ ഖുറൈശികൾ ബദറിലേക്ക് വരുന്നുണ്ട് എന്ന വാർത്തയുണ്ട്,
മുഹമ്മദും അനുയായികളും മദീനയിൽ നിന്ന് ബദറിലേക്ക് വരുന്നുണ്ട് എന്ന വാർത്തയുമുണ്ട്. ഇവരെ സംബന്ധിച്ച് ഇവരുടെ വരവിനെക്കുറിച്ച് താങ്കൾക്ക് വല്ല വിവരവും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ രണ്ടുപേരെയും സൂക്ഷിച്ച് നോക്കി ആ വയോധികൻ. എന്നിട്ട് പറഞ്ഞു, നിങ്ങളാരാ? നബി പറഞ്ഞു, ഞങ്ങളാരാണെന്ന് പറയാം, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വിവരമുണ്ടെങ്കിൽ പറയൂ. ആ വൃദ്ധൻ പറഞ്ഞു, നിങ്ങൾ ആരാണ് എന്ന് ഉറപ്പിച്ച് പറയാതെ ഞാൻ ഒരിക്കലും അത് പറയില്ല. അപ്പം നബി പറഞ്ഞു, നിങ്ങൾ പറയൂ, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പറയാം ഞങ്ങൾ ആരാണ് എന്ന്. അത് കേട്ടപ്പോൾ വൃദ്ധൻ മനക്കണക്ക് കൂട്ടി പറഞ്ഞു, രണ്ടും ശരിയാണ്, ഖുറൈശികൾ വരുന്നുണ്ട്. എൻ്റെ കണക്കനുസരിച്ച് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അവരിവിടെ എത്തിച്ചേരും. മദീനയിൽ നിന്ന് മുഹമ്മദും അനുയായികളും വരുന്നുണ്ട്. എൻ്റെ കണക്കനുസരിച്ച് അല്ലെങ്കിൽ എൻ്റെ കണക്ക് കൂട്ടലനുസരിച്ച് അവർ ഇന്നല്ലെങ്കിൽ നാളെ ഈ പ്രദേശത്ത് എത്തിച്ചേരും. അത് കഴിഞ്ഞ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വൃദ്ധൻ ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന് പറയൂ. നബി പറഞ്ഞു, മിനൽ മാ, ഞങ്ങൾ മായിൽ നിന്നാണ്, ഞങ്ങൾ മായിൽ നിന്നാണ് എന്ന് പറഞ്ഞ് നബിയും അബൂബക്കർ റളിയല്ലാഹു അൻഹും തിരിച്ച് നടക്കുകയും ചെയ്തു. വൃദ്ധൻ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. മായിൽ നിന്നോ? മാ എന്ന് പറഞ്ഞാൽ ഇറാഖിലെ മാ എന്ന സ്ഥലത്തിൽ നിന്നോ? ഏതാണെന്നറിയില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും അപ്പോഴേക്കും മനസ്സിൽ അവരെ എത്രമാത്രം അടുത്തെത്തി എന്നതിൻ്റെ ഒരു ചിത്രം കിട്ടിയിരുന്നു. ആ ചിത്രം കിട്ടുക, അതായിരുന്നു അവർ രണ്ടുപേരും ഒറ്റക്ക് ഇങ്ങനെ ഇറങ്ങിയതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശവും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.